ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഈ ചെടീൻ്റെ പേര് അറിയില്ല, അത് ആദ്യം തന്നെ പറയാം. ഈ നമ്മളെ നാട്ടിൻ പ്രദേശങ്ങളൊക്കെ ഓലച്ചെടി എന്ന് പറയും. ഇതിൻ്റെ പേര് എന്താണെന്ന് കൃത്യമായിട്ട് അറിയണവർ കമൻറ്റ് ചെയ്യാം. ഇത് നല്ലൊരു 4 കളർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് വേറെയും ഒരു 3 കളറുണ്ട്. അത് നല്ല ഇത് തണ്ട് മുറിച്ചൊക്കെ തട്ടാൽ നമ്മളിങ്ങനെ വെയിൽ കൊള്ളുന്നിടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ ഞാൻ കമ്പ് മുറിച്ച് നട്ടിട്ടുള്ളൂ. ഇത് പിടിച്ച് വരണുള്ളൂ, പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് വലിയൊരു പരിചരണമൊന്നും വേണ്ട, വലിയ വളമൊന്നും വേണ്ട. ഇത് നിലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വളരും. ചട്ടികളിലാണെങ്കിൽ ഒരു വളർച്ച കുറവായിരിക്കും, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ചട്ടിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ. ഇത് വെയിൽ കൊള്ളുന്നിടത്തോളം ഇതിൻ്റെ കളറ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഇലയൊക്കെ നല്ല ഭംഗിയായിട്ട് വരും. ചെറിയ കമ്പ് മുറിച്ച് നട്ടാലും മതി. ഇതിന് ഒരു 2-3 ഇഞ്ചൊക്കെ വലുപ്പത്തിലുള്ള കമ്പുകൾ നട്ടിട്ടുണ്ടെങ്കിലും നല്ല ഉഷാറായിട്ടത് ഒരു കമ്പും പോകില്ല, എല്ലാ കമ്പും ഇത് പിടിക്കും കേട്ടോ. ഇതിങ്ങനെ മുറിച്ച് നട്ടാൽ മതി. ചെറിയ കവറിലാക്കിയിട്ട് പിടിച്ചിട്ട് നമ്മൾ വലിയ ചട്ടിയിലേക്ക് മാറ്റി നടാം. ഇതൊക്കെ അപ്പുറത്ത് നട്ടതിൻ്റെ ബാക്കി താഴ്ഭാഗം വരുന്ന ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങൾ ചെറിയ കവറിലാക്കി നട്ടതാണ്. ഇത് നടുമ്പോൾ നമ്മൾ ഇതിൻ്റെ ആ തണ്ടിലുള്ള താഴ്ഭാഗത്തുള്ള ഓലകളൊക്കെ നമ്മളിത് ഇങ്ങനെ പറിച്ച് കളയണം. അല്ലെങ്കിൽ അതിൽ വെള്ളം നിന്ന് അതിൻ്റെ അവിടെ ചീഞ്ഞിട്ട് വേര് വരാൻ കുറച്ച് താമസം പിടിക്കും. എന്നാലും പോവില്ല കേട്ടോ, അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും. പിന്നെ അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതൊരു 6 കളറുണ്ട്, 6-7 കളറുണ്ട്. ഞാൻ എത്ര നോക്കിയിട്ടില്ല. ഇതിൻ്റെ ഓല വലിയ വീതിയില്ലാതെ വളരണതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇതിൻ്റെ കളറിന് ഇങ്ങനെ ഇല മൂക്കുന്നിടത്തോളം ഇങ്ങനെ അതിന് ഓരോരോ ഡിസൈന് ഇങ്ങനെ ആയിട്ട് വരും. പിന്നെ നന്ന മൂത്ത് വരുന്നത് പച്ച, സൈഡിൽ ചുവപ്പ് ഡിസൈനായിട്ട് വരും, ഒരു ലൈനായിട്ട്. ഇതും അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് നല്ല തിക്കായിട്ടുണ്ടാകണതാണ്. ഇത് കാടും ഒരു പീച്ച് കളറാണിത്. നല്ല ഒരു വയലറ്റ് കളറായിട്ട് ഇതിൻ്റെ അടിഭാഗമൊക്കെ പിന്നെ പച്ച ഇതായിട്ടുണ്ട്. ഇത് നല്ല ബുഷായിട്ട് വളരും കേട്ടോ. അത് നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു ചെടിയായിട്ടുണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് വലിയൊരു മരമായിട്ടുണ്ട് കേട്ടോ. അത് നല്ല വണ്ണമുണ്ട് അടിഭാഗത്ത്. ഞാൻ കട്ട് ചെയ്തിട്ട് ഒരുപാട് വലിയ ഒരു തൈയായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ വാള് വെച്ച് കയറുന്നു മുറിച്ചതാണ്. നല്ല വണ്ണമുള്ള ഒരു ചെടിയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ അതിങ്ങനെ പുതിയ നാമ്പെടുത്ത് ഇങ്ങനെ വന്നുകൊണ്ട് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ അത്. പിന്നെ അതിൻ്റെ വേറൊരു വെറൈറ്റിയാണിത്. അതിങ്ങനെ പിടിച്ച് വരണുള്ളൂ, കുഴപ്പമില്ലാതെ. ഇത് വലിയൊരു ഉഷാറില്ല. ഇനി അടി കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഇത് വരും. പിന്നെ ഇതൊരു വേറെ വെറൈറ്റി. ഇതിപ്പോൾ നമ്മൾ കൂടുതൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇതൊരു വേറൊരു ഡിസൈനാണ് ഇതിൻ്റെ വരുന്നത്. ചുവപ്പിൽ സൈഡിൽ തന്നെ അവിടെ ഉള്ളതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. പിന്നെ ഇവിടെയും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് അതിൻ്റെ വേറൊരു മിനിയേച്ചർ വെറൈറ്റി ഇങ്ങനെ വരും. കാണാൻ നല്ല ഭംഗിയാണിത്. ഇതിങ്ങനെ കൂടുതലിപ്പോൾ പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പിടിക്കും കേട്ടോ. അതൊരു 8-10 ദിവസം കൊണ്ട് നല്ല രീതിയിൽ അതിൻ്റെ വേര് വരും. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇത് വലിയ പരിചരണമൊന്നും വേണ്ട. ഇടയ്ക്ക് വലിയ നനയും വേണ്ട, വളമൊന്നും വേണ്ട. അങ്ങനെ പ്രത്യേകിച്ചൊരു പരിചരണമില്ലാതെ വളരുന്ന ഒരു ചെടിയാണിത്. ഇതിങ്ങനെ നമ്മൾ ഗാർഡൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുള്ളിടത്തായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇത്
ഇപ്പോൾ ചെറിയ തൈ ആയതുകൊണ്ട് അത് അത്ര ഒരു ഇതായിട്ടില്ല. ഇത് കുറച്ച് വലുതായാലും നല്ല രസമാണ് കാണാൻ. ഇതൊക്കെ കളറ് വരണുള്ളൂ. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് പച്ചയിൽ യെല്ലോ കളറാണ് വരുന്നത്. ഇതൊരു റെയിൻബോ കളർ വരുന്നുണ്ട്. പിന്നെ ഇത് സാധാരണ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഉള്ളത് തന്നെയാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളത് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗാർഡനിൽ നമ്മൾ വീട്ടിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയ ചിലവ് കുറഞ്ഞതും പ്രയാസമില്ലാതെ ഇത് കെയർ ചെയ്യാനും പറ്റിയൊരു ചെടിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നാളെ വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.